അതിനെന്ത് ചെയ്യണം? നല്ല ടച്ചും ചീത്ത ടച്ചും കുട്ടിക്ക് തിരിയണം. നിങ്ങൾ ഇതുവരെ കുട്ടീനെ നല്ല ടച്ചും ചീത്ത ടച്ചും പഠിപ്പിച്ചിട്ടുണ്ടോ? ജപ്പാനിലെ 4 വയസ്സുള്ള കുട്ടീനെ ടീച്ചർ പഠിപ്പിക്കുന്നത് നല്ല ടച്ചാണ്. ഇത് നല്ല ടച്ച്, ഇവിടെ തൊട്ട ചീത്ത ടച്ച്, ഇത് ചീത്ത ടച്ച്, ഇവിടെ തൊടാനേ സമ്മതിക്കരുത് എന്ന് 4 വയസ്സുകാരിയെ ജപ്പാനിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ടീച്ചറെ വിട്ടേക്ക്, ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ? മകളെ ഇവിടെ ആരെയും തൊടാൻ സമ്മതിക്കരുത്, ഇതിൻ്റെ പ്രൈവറ്റ് പാർട്സാണ്, ആര് തൊട്ടാലും പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണമെന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കല്യാണം കഴിയാത്തവന് കല്യാണം കഴിയാത്ത പ്രശ്നം, കഴിഞ്ഞവന് കഴിഞ്ഞ പ്രശ്നം, കുട്ടികളുണ്ടായവന് കുട്ടികളില്ലാത്ത. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല? നിങ്ങളെല്ലാം വളരെ ഫ്രണ്ട് തന്നെയാണ് ഭാര്യയായിട്ടുള്ള. ഭാര്യയോട് മോളൂട്ടി തങ്കുട്ടി തിന്നോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയായിട്ടില്ലേ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയത് കുറച്ച് കാലഘട്ടം മാത്രം. നിങ്ങളെപ്പോലെ തന്നെയാണ്. ഈ കല്യാണം ഉറപ്പിച്ചിട്ട് താലി കെട്ടുന്നൊരു നിമിഷം ഉണ്ടല്ലോ, അതുവരെ ഞാനോട് സംസാരിച്ചാൽ ഈ പാലോയ്ക്കുമ്പോൾ ചിരിച്ച് പണ്ടാരടങ്ങി പോകും. നിങ്ങൾക്ക് എങ്ങനെയാ? ആ സമയത്തോട് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പറക്കണം. ഞാൻ വിചാരിച്ച് പറഞ്ഞതന്നെ നല്ല നമുക്ക് കറങ്ങണം. ഞാൻ വിചാരിച്ച് പഠിച്ചോനെ നമുക്ക് നല്ലോണം കറങ്ങാം. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ നേരത്തെ അതിരുന്നത് കറങ്ങലും ഇല്ല, ഒരു സംഗതിയും. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യന്മാരുടെ വീട്ടിലുള്ള പ്രശ്നമാണിത്. അതുകൊണ്ട് നമുക്കത് തിരുത്തണം. നമുക്ക് ഈ ലോകത്ത് ഇപ്പം കിട്ടിയ ഭാര്യയോടും മക്കളോടൊപ്പം ഈ ജന്മം അങ്ങ് കഴിച്ച് തീർത്താണ്. അടുത്ത ജന്മത്തിൽ എന്തെങ്കിലും നോക്കാം നമുക്ക്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഈ ലോകത്ത് ഈ നാട്ടിൽ നടക്കുന്ന സകല സംഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതിരോധം സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലൊരു തർക്കമില്ല. ഞാൻ 2 പോയിന്റ് കൂടി പറഞ്ഞ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ നാട്ടിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലഹരിയെക്കുറിച്ചാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഇത് അല്ലേ? എൻ്റെ വാദം ഈ സാധനം ഉണ്ടാവുന്നത് നിങ്ങൾ എൻ്റെയും പിടിപ്പുകോട് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വീട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ വീട് സുരക്ഷിതമാണോ? എനിക്ക് യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. ഇപ്പം എൻ്റെ മുമ്പിലുള്ള മനുഷ്യന്മാരുടെ വീടെല്ലാം സുരക്ഷിതമാണ്. അവിടെ ഒരു ആപത്തും ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആപത്തുണ്ടോ ഇല്ലയോ? ഇല്ല. അവിടെ നിൽക്കട്ടെ, എന്നാ ചോദ്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? എന്നിട്ടല്ലേ നമ്മൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് അല്ലെങ്കിൽ നോ? ഒന്നുകൂടെ ഒച്ചത്ത് പറ. നോ. തങ്കപ്പെട്ട നാട്ടുകാർ തന്നെ കേട്ടോ ഇത്. ഒരു ലഹരിയും ഇല്ല പോലും നിങ്ങൾക്ക്. ഒരു കാര്യം ഉറപ്പിച്ച് ആ ഇല്ല എന്ന് പറഞ്ഞ പോലെ അല്ല ഇല്ല. ചായ എടുത്ത് പോയിക്കോളി, എവിടെയെങ്കിലും പോയി ചത്ത് പണ്ടാരടങ്ങിക്കോളി. കാരണം എന്താ അറിയോ? ഈ ഭൂമുഖത്ത് ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ള വാക്കതാ, ലഹരി വിരുദ്ധം എന്ന് പറയുന്നത് ശരിയായ വാക്കല്ല. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പം കുറച്ച് ആണുങ്ങളെല്ലാം വിചാരിക്കും ഇവൻ ഉമ്മളെ ടീമാണ്, പോകുമ്പം കാണണേ ഇങ്ങനൊക്കെ തോന്നും നിങ്ങൾക്ക്. ഞാൻ ഒരാളെ ടീമുമല്ല. പക്ഷെ ഇത്രയും വയസ്സായിട്ടും ലഹരി എന്തെന്ന് മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ ഇരുന്നേന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സങ്കടമുണ്ട്. നിങ്ങളാണ് മക്കളെ പോറ്റുന്നത് ലഹരിക്കെതിരെ. അതിന് ലഹരി എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ സാധനത്തെ, ആ വസ്തുവിനെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ്, ആ വസ്തുവാണ്, സംഗതിയാണ് ലഹരി. ഓക്കെ? എന്താ ലഹരി എന്ന് പറഞ്ഞാൽ? ഒരു സാധനം കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും കാണുമെന്ന് തോന്നുക. എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക. നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കാണണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടാ? എന്തെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് മുട്ടുന്നുണ്ടാ? എന്തെങ്കിലും ഉണ്ടാ? എന്താണ്? യെസ്, വെരി ഗുഡ്. ചായ. രാവിലെ എണീക്കുമ്പോൾ ഒരു കട്ടൻ ചായയോ കാപ്പിയാറ്റം കിട്ടിയാൽ ഒരു സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നാളെയും ചായയും കാപ്പിയും കുടിക്കണമെന്നും തോന്നുന്നുവെങ്കിൽ ചായയും കാപ്പിയും എന്താണ്? ലഹരിയാണ്. രാവിലെ എണീക്കുമ്പോൾ പേപ്പർ കാണണം എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പേപ്പർ ലഹരിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ രാഷ്ട്രീയം ലഹരിയാണ്. പള്ളിയിൽ പോകുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ
നിസ്കരിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും തോന്നുന്നുവെങ്കിൽ നിസ്കാരവും പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും എന്താണ്? ലഹരിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം ഭക്ഷണം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഭക്ഷണം ലഹരിയാണ്. ഉറങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറക്കം ലഹരിയാണ്. വീണ്ടും നമ്മൾ വൈകുന്നേരം പശുവിനെ പോറ്റുന്നത് കാണുമ്പോൾ പശുവിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ, നാടകം കാണുമ്പോൾ, ഡാൻസ് കളിക്കുമ്പോൾ, കരാട്ട കളിക്കുമ്പോൾ, കുങ്ഫു കളിക്കുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കരാട്ടയും കുങ്ഫുവും കളരിയും എല്ലാം ലഹരിയാണ്. ഡാൻസ് ലഹരിയാണ്, പാട്ട് ലഹരിയാണ്. ഓക്കെ, സംഭവം മനസ്സിലായില്ല? അല്ല, നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെയും കാണുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളെ കണ്ടാൽ എടാ എനിക്ക് എത്ര വയസ്സായി? രണ്ടാമത്തെ കുട്ടി 15 18 പോയി. 12. വെരി ഗുഡ്. രാവിലെ എണീക്കുമ്പോൾ ബുക്ക് തുറക്കണം, വായിക്കണം, പഠിക്കണമെന്നിങ്ങനെ മുട്ടുന്നുണ്ടാ? കേട്ടിക്കല്ലേ? 12 വയസ്സായി പറഞ്ഞാണ് ഓക്ക് മുട്ടുന്നില്ലോലു. അതിൻ്റെ അർത്ഥം എന്താ? വായിക്കാനും പഠിക്കാനും എന്നെപ്പോലെ തന്നെയോളും. നമുക്ക് വായിക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും നമുക്കതൊരു മടുത്ത സാധനമാണ്. ശരിയാണോ? ഇപ്പം നമുക്ക് ക്ലാസ് വേഗം വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലൊക്കെ പോണ്ടേ? മക്കളെല്ലാം റൂമിൽ ഇട്ട് പൂട്ടിയിട്ട് വന്നതല്ലേ നിങ്ങൾ? അവിടെ ഉണ്ടോയെന്ന് ചെന്നോക്കണം നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോൺ കാണണം, തോണ്ടണം, സ്റ്റാറ്റസ് നോക്കണം, റീൽസ് നോക്കണം, ലൈക്ക് കൊടുക്കണം, ഷെയർ കൊടുക്കണം എന്നൊക്കെ തോന്നി മൊബൈൽ ഫോണിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. വൈകുന്നേരം ആകുമ്പോൾ കളിക്കണം, ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, ഗ്രൗണ്ടിൽ പോകണം, നീന്തണം എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ കളി ഒരു ലഹരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉറക്കം ഒരു ലഹരിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ലഹരി എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ പഠിച്ച ലഹരി എന്ന് പറയുന്നത് ഈ കളിക്കൽ എൻ്റെ ലഹരിയാണ്, പഠിക്കൽ എൻ്റെ ലഹരിയല്ല. പക്ഷെ പഠിപ്പൊരു ലഹരിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. അതിന് നിങ്ങളേതാ ഇല്ല എന്ന് പറഞ്ഞത്? ഈ വാഗയാടിൽ ഈ ഒരു ലഹരി വിരുദ്ധ സദസ്സിൽ വന്നിട്ട് നിങ്ങളിൽ ഇല്ലാത്ത ലഹരി എന്താണ്? ഞാൻ പറയുന്നത് വായന, പത്രം വായന ലഹരിയാണ്, രാഷ്ട്രീയം ലഹരിയാണ്, പള്ളിയിൽ പോകും പ്രാർത്ഥനയും ലഹരിയാണ്, കൃഷി ലഹരിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങളേതാ ഇല്ല എന്ന് പറഞ്ഞത്? നിങ്ങളില്ല എന്ന് പറഞ്ഞ വാക്ക് ഞാനങ്ങ് പറഞ്ഞുതരാം. സിഗരറ്റും കള്ളും കഞ്ചാവുമാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. ശരിയല്ലേ? ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ. ഈ ചെറിയ കുട്ടിയോട് പഠിപ്പാണ് ലഹരി എന്ന്, ആ ചെറിയ കുട്ടിയോട് കളിക്കലാണ് ലഹരി എന്ന്, നിങ്ങൾ വായനയാണ് ലഹരി എന്ന്, ചെടി വളർത്തലാണ് ലഹരി എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങളെ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മളൊക്കെ ലഹരി എന്ന് പറയുമ്പോൾ സിഗരറ്റ് നമ്മളെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ട് എങ്കിൽ കുട്ടിക്ക് വേണ്ടാത്ത ലഹരിയെക്കുറിച്ചിട്ടുള്ള ചിന്തയല്ലേ മനസ്സിലുണ്ടാവുക? അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് സൂക്ഷിക്കണം. പോട്ടെ, വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടോ നിങ്ങൾക്ക്? കള്ളും കഞ്ചാവെല്ലാം അവിടെ നിൽക്കട്ടെ, വേറെ ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഒന്നുമില്ല. അല്ല സാർ, നിങ്ങൾ കല്യാണം കഴിച്ചാ? ലഹരിയില്ല. ഭാര്യേനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഭാര്യേനെ കുറിച്ച് നമ്മളെ ചിന്ത ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവുക? നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ വേറെ എന്തെങ്കിലും വരുമോ? ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടായിട്ടുണ്ട് എങ്കിൽ, വീടിനെ കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മറ്റൊരു വേണ്ടാത്ത ചിന്ത ആരുടെങ്കിലും മനസ്സിലുണ്ടാവുമോ? പക്ഷെ ഇവിടെ എല്ലാവരും മുഖത്ത് നോക്കുമ്പോൾ ഭാര്യ എന്ന് പറയുമ്പോൾ കരിവാളിച്ചു പോവുക, ഭർത്താവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആകാശത്ത് നോക്കുക, കുട്ടി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. കുട്ടി എടുത്തെന്ന് വെച്ചാൽ റൂമിൽ പഠിക്കുവാൻ ഇരിപ്പിക്കുന്നുണ്ട് കുട്ടീനെ. അവിടെ ആ വിഷയം. ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒരു ചേർത്തങ്ങ് വായിച്ചോ. ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു, 18 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്. അത് A+ കിട്ടിയാലും, കോടീശ്വരൻ്റെ മോനാണെങ്കിലും, ഒരു പാവപ്പെട്ടവൻ്റെ മോനാണെങ്കിലും, വെളുത്തോനാണെങ്കിലും, എങ്ങനെയുള്ള മനുഷ്യന്മാരാണെങ്കിലും 18 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്. ആ കുട്ടിയെ നിയന്ത്രിക്കാനും ശാസിക്കാനും തിരുത്താനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ കുട്ടീനെ കുറിച്ച് ചിന്തിക്കേണ്ട. 14 വയസ്സുകാരൻ ഒളിച്ചോടുന്നുണ്ട് എന്ന് നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് എങ്കിൽ, 14 വയസ്സുകാരൻ കള്ളു കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവനെ കുട്ടിയിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ്. അവിടെയാണ് വിഷയം. A+ കിട്ടുമ്പോഴേക്ക് നിങ്ങൾക്ക് കുട്ടീനെ അങ്ങ് പറത്തി വിടുവാണ്. എന്നെക്കാളും ഗംഗേവനാണ് മോൻ നിങ്ങൾക്ക് തോന്നും. മൊബൈൽ ഫോൺ നല്ലോണം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് അവമതിയും അവനെക്കുറിച്ച് ഭയങ്കര ബുദ്ധിമാനുമാണെന്ന് തോന്നുന്നതാണ് ഈ നാട്ടിലെ വിഷയം.
അതുകൊണ്ടാണ് മക്കളിങ്ങനെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നതും അമ്മയും ഉമ്മയും പുറകിൽ ദാസിമാരെ പോലെ നടക്കേണ്ടി വരുന്നതും. മക്കളുടെ കൈ പിടിച്ച് നടക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അപ്പോൾ തീർച്ചയായും ഇന്നു മുതൽ ഓർമ്മിച്ചോ, നിങ്ങളെ മക്കൾ എന്ത് ധൈര്യത്തിലാണ് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ച് ശാസ്ത്രീയമായി പറഞ്ഞെന്താണെന്നറിയോ? 13 to 19, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടി, ആ കുട്ടിയുടെ ആ മനുഷ്യന്മാരുടെ പേരാണ് ടീനേജേഴ്സ് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർ. ഈ കൗമാരപ്രായത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ആ കുട്ടികളിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ വരുന്ന സമയമാണ്. മീശ വരുന്നു, സൗണ്ട് മാറുന്നു, പെൺകുട്ടികൾക്ക് ഒരു സ്ത്രൈണത കൂടുന്നു, ശരിയല്ലേ? അപ്പോൾ ആ പ്രായത്തിലെല്ലാം പരീക്ഷിക്കാനുള്ള ഭയങ്കര താല്പര്യം കുട്ടിക്കുണ്ടാവും. ആ താല്പര്യത്തെയാണ് ഇന്നത്തെ ലഹരി മരുന്ന് മാഫിയ ഇവിടെ ചൂഷണം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാത്ത രക്ഷാകർത്താക്കളാണ് ഇതിന് അടിമപ്പെടുന്നത്. ഒറ്റ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് തെളിയിച്ചത്. നമ്മളെല്ലാം 10ാം ക്ലാസ് പഠിച്ചിരുന്നില്ലേ? 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നമ്മളെ കൂടെ തന്നെയല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം ഒന്നിച്ച് വന്നത്? എൻ്റെ വീടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഓർക്കാട്ടർ ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത്. ഓർക്കാട്ടർ ഹൈസ്കൂളിൽ നടന്നു പോകുമ്പോൾ ഞാനും ബിന്ദുവും ഷൈനിയും ആയിഷെല്ലാം ഒന്നിച്ചിട്ടാണ് നടന്നു പോയത്. വഴിയിൽ വെച്ച് നമ്മൾ അടികൂടിയിട്ടുണ്ട്, ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ചരിത്രമൊന്നും എൻ്റെ മക്കളോട് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ആൺകുട്ടിയും ആയിഷ മറ്റൊരു പെൺകുട്ടിയും ഷൈനി വേറൊരു പെൺകുട്ടിയും മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് 2023 അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെത്തുമ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ പെൺകുട്ടിയല്ല. 6ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും എൻ്റെ മകൾ ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള, ഉമ്മയാവാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയായി മാറുന്നുണ്ട് എന്ന് ഉള്ള ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഈ പ്രായത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയും തൊട്ടാൽ, ഒന്ന് തലോടിയാൽ, ഒന്ന് ഉമ്മ കൊടുത്താൽ ആ കുട്ടിയുടെ സെക്സ് ഹോർമോൺസ് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്താൽ, അങ്ങനെ സെക്സ് ഹോർമോൺസ് വർക്ക് ചെയ്യുമ്പോൾ ഈ തോണ്ടലില്ലാതെ തലോടലില്ലാതെ ഉമ്മ കിട്ടാതെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു രീതിയാണ് നിങ്ങൾ ഈ കാണുന്ന വൃത്തികേടുകൾ എന്ന് പറയുന്ന നിങ്ങളുടെ രീതിയിൽ. അല്ലാണ്ട് കുട്ടീൻ്റെ പ്രശ്നമല്ലത്. എൻ്റെ മകളോട് എൻ്റെ കുട്ടിയുടെ ശാരീരിക മാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, അവളുടെ മാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, അവളുടെ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, പിന്നെ ആരാ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ കുട്ടികളെ, നിങ്ങളെ സഹോദരിയെ, നിങ്ങളെ പെങ്ങളെ, നിങ്ങളെ മരുമക്കളെ, നിങ്ങളെ വീട്ടിലെ എല്ലാ കുട്ടികളോടും ഈ സംഗതികൾ നിങ്ങൾ കൃത്യമായി സംസാരിക്കണം. ആ കുട്ടീനെ തൊടാൻ സമ്മതിക്കരുത്. ആ രീതിയിലുള്ള വസ്ത്രധാരണവും കൂടി 18 വയസ്സ് വരെ നടത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. കുട്ടിക്ക് എല്ലാ അവകാശങ്ങളും കൊടുക്കുങ്ങൾ, ഏത് വസ്ത്രം ധരിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിക്ക് അതിനെ അതിജീവിക്കാനുള്ള, അവരുടെ ആത്മവിശ്വാസം കൊടുമ്പിരി കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് എത്തിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, തൊട്ടാൽ പോടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെന്ത് ചെയ്യണം? നല്ല ടച്ചും ചീത്ത ടച്ചും കുട്ടിക്ക് തിരിയണം. നിങ്ങൾ ഇതുവരെ കുട്ടീനെ നല്ല ടച്ചും ചീത്ത ടച്ചും പഠിപ്പിച്ചിട്ടുണ്ടോ? ജപ്പാനിലെ 4 വയസ്സുള്ള കുട്ടീനെ ടീച്ചർ പഠിപ്പിക്കുന്നത് നല്ല ടച്ചാണ്. ഇത് നല്ല ടച്ച്, ഇവിടെ തൊട്ട ചീത്ത ടച്ച്, ഇത് ചീത്ത ടച്ച്, ഇവിടെ തൊടാനേ സമ്മതിക്കരുത് എന്ന് 4 വയസ്സുകാരിയെ ജപ്പാനിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ടീച്ചറെ വിട്ടേക്ക്, ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ? മകളെ ഇവിടെ ആരെയും തൊടാൻ സമ്മതിക്കരുത്, ഇതിൻ്റെ പ്രൈവറ്റ് പാർട്സാണ്, ആര് തൊട്ടാലും പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണമെന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രണയം എന്ന് പറയുന്ന സാധനത്തെ, ശരീരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്ന ചങ്ങാതിയാണ് ഇവളെ ലഹരിയുടെ ലോകത്തേക്ക്, നിങ്ങൾ പറയുന്ന കഞ്ചാവിൻ്റെ ലോകത്തേക്ക്, MDMA ലോകത്തേക്ക് നമ്മളെ ചെറിയ മക്കൾ പോകുന്നത്. അതുകൊണ്ടാണ്. കുട്ടീനെ കുറ്റം പറഞ്ഞ കാര്യം കൊണ്ടാടാ. പോട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മളിപ്പോൾ ലഹരിനെ കുറിച്ച് പറഞ്ഞല്ലോ, സിഗരറ്റ്, കള്ള്, കഞ്ചാവെല്ലാം പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പിന്നെ ഇരിക്കുന്നത്? നിങ്ങളെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ കഞ്ചാവില്ല എന്നും, നിങ്ങളെ വീട്ടിൽ MDMA ഇല്ല എന്നും, നിങ്ങളെ വീട്ടിൽ സിഗരറ്റ് ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കുക. കേരള ഗവൺമെൻറ് തന്നെ പറയുന്നത് 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിച്ച ആളുകൾ വരെയുള്ള എണ്ണത്തിനാണ് ജനസംഖ്യ എന്ന് പറയുക. ഇവിടെ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് അരിച്ചപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യനും എത്ര ലിറ്റർ മദ്യം കുടിച്ചെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അറിയോ? ഓരോ പൗരനും 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട് എന്ന്. അതായത് നിങ്ങൾ മദ്യം കഴിക്കാറുണ്ടാ? ഇല്ല. നിങ്ങൾ കഴിക്കലുണ്ടാ? ഇല്ല. ഉമ്മ നിങ്ങൾ കുടിക്കലുണ്ടാ? ഇല്ല. ഉറപ്പാ?
ഉമ്മാമ നിങ്ങളോ? ഉമ്മാമ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത്. എന്നാ തെറ്റി, കണക്ക് തെറ്റി, ആരുടെയോ കണക്ക് തെറ്റി. ഒന്നുകിൽ എൻ്റെ കണക്ക് തെറ്റി, അല്ലെ ഗവൺമെന്റിന്റെ കണക്ക് തെറ്റി, അല്ലെ നിങ്ങളെ കണക്ക് കൂട്ടലുകൾ തെറ്റി. നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്ന 8.7 ലിറ്റർ ഒരു മനുഷ്യൻ കുടിക്കുന്നുണ്ട് എങ്കിൽ ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ആൾ 17.4 ലിറ്റർ മദ്യം കുടിക്കണം. അയാളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ നിങ്ങൾ കുടിക്കണം 27 ലിറ്റർ. നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മാമ കുടിക്കണം 34 ലിറ്റർ. നിങ്ങൾ ആരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ടാരം ഞാൻ കുടിക്കണം. ഇതെല്ലാം ആരോ കുടിക്കണം ഇവിടുത്തെ കണക്ക് പ്രകാരം. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തി നിങ്ങളെ വീട് സുരക്ഷിതമാണോ നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ, വലിക്കുന്നുണ്ടോ, ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. വേഗം ചിന്തിക്കുക, സമയമില്ല. ചിന്തിച്ചാ നിങ്ങൾ ആരെല്ലാം ചിന്തിച്ചേ? നിങ്ങളെ വീട്ടിലുള്ള ആരെല്ലാം ചിന്തിച്ചേ? നിങ്ങൾ ചിന്തിച്ചാൽ പറഞ്ഞാട്ടെ. ഉപ്പാപ്പ, അച്ഛൻ, അമ്മാമൻ, കാരണോയെ, ഇങ്ങനെ വലിയ വലിയ മനുഷ്യന്മാരെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് അല്ലേ? അങ്ങനെയല്ലേ ചിന്തിച്ചത്? പക്ഷെ കേരള ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കണക്ക് പ്രകാരം കേരളത്തിന്റെ മണ്ണിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന, MDMA ഉപയോഗിക്കുന്ന, ലഹരി വസ്തു ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം എത്രയാന്ന് പറയുന്നത്? 12 വയസ്സ്. എത്ര വയസ്സ്? പറഞ്ഞോളി, ഒന്ന് പറഞ്ഞോളി. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ കുട്ടി 12 വയസ്സ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് വയസ്സ് ഇതായി. നീ ഏതാ ഉപയോഗിക്കുന്നത്? കഞ്ചാവാ? ഏതാണോ? ഞാൻ ഇപ്പം നമ്മളെ ഈ മഹലിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയോടല്ലേ ചോദിച്ചത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോടാണ് ഞാനിത് ചോദിച്ചത്. ഇനി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആ കുട്ടിയോടാ ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പം എന്നോടെന്നാ തോന്നിയത്? നിങ്ങൾക്ക് തോന്നി ഞാൻ പറയട്ടെ. നിങ്ങളെ കുട്ടീൻ്റെ ഉമ്മയാ? നിങ്ങൾക്ക് എന്നോടൊന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ കണ്ണിലേക്ക് പറഞ്ഞുതരാം. മയക്ക കിട്ടുമ്പോൾ അപ്പാടിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു വിടുക. ഇനി കണ്ടിനോൾ ഉപയോഗിക്കുന്നു. ഞാളെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ച ഇനി എൻ്റെ മോനെ നോക്കാന്നുള്ളത് മൈക്ക് കിട്ടുമ്പോൾ മറ്റിങ്ങനെ കുറച്ച് വേറെ കൊണ്ടേ പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങടാ, എൻ്റെ കയ്യും കാലും ഞാൻ തച്ചോടിച്ചു തരാം, ഈ നാടിനെ അപമാനിക്കാൻ വേണ്ടി ജനിച്ചോനാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതൊക്കെ പണ്ട്, അതെല്ലാം കാലം മാറി. ഈ 2023 കാലഘട്ടത്തിൽ ഗവൺമെന്റ് 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള 12 വയസ്സുകാരൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നിങ്ങളെ പേര് ബാപ്പ എന്നും നിങ്ങളെ പേര് ഉമ്മ എന്നും ആകുന്നത്. അല്ലാണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ വീട്ടിലെല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇല്ല ഇല്ല ഇല്ല. കുട്ടികൾക്ക് 2 മുഖമുണ്ട്, അത് മറന്നുകൊണ്ട് നിങ്ങൾക്ക് 2 ഭീകര മുഖമുണ്ട്. ഒന്ന് നമ്മളെ അച്ഛനോടും ഉമ്മയോടും ഒക്കെ പെരുമാറുന്നൊരു സ്വഭാവം എന്നുള്ളത്. ഇവലെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ സ്വഭാവം പോരാ നിങ്ങളവിടെ എങ്ങനെയാ? എൻ്റെ പെങ്ങളെ മക്കളെല്ലാം കാണണം. പെങ്ങളെ മക്കളൊന്നും എൻ്റെ പെങ്ങളോട് ചിരിക്കൂല, ഞാനായിട്ടുള്ളോട് ചിരിക്കൂല. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി അച്ഛനോടും അമ്മയോടും ചിരിച്ചില്ല, ഒരൊറ്റ മനുഷ്യനോടും ചിരിക്കരുത്. പക്ഷെ ഓളെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇല്ലേ ഓള് കയ്യങ്ങ് തത്തകം ഇങ്ങനെ ചിരിക്കുന്നു, കളിക്കുന്നു, തുള്ളുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റൂല. ഒന്നുകിൽ എല്ലാവരോടും ചിരിക്കുക, അല്ലെങ്കിൽ കൊട്ട പോലെ എല്ലാവരോടും നടക്കുക. പക്ഷേ ഈ കുട്ടികൾക്ക് നിങ്ങളും ഞാനും അങ്ങനെ തന്നെ. ഇപ്പം നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളെ ഭാര്യൻ്റെ മുമ്പിൽ നിങ്ങളെങ്ങനെയാ? വേറെ സ്വഭാവ. അങ്ങട്ടയിലുള്ള മുമ്പിലോ മനസ്സിലായില്ലേ? അങ്ങട്ടയിലുള്ള ഊരവേദനയാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ടെൻഷൻ. ഡോക്ടർ ആടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. രാവിലെ നിങ്ങളെ ഭാര്യ ഊരവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഭാര്യയോട് നമുക്ക് ബാക്കി രണ്ടാളോടും നിങ്ങൾക്ക് എനിക്ക് വാഗ്യാട് അറിയൂടോ, എനിക്കെല്ലാം അങ്ങനെയാണ്. അവളെ കാണുമ്പോൾ എനിക്ക് വരാൻ നിർത്തും. നിങ്ങൾക്കോ? അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ. അപ്പോൾ ഈ ഒരു മുഖമുണ്ട് എല്ലാവർക്കും എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ അതുകൊണ്ടാണ് പോലീസുകളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ 12 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ നിമിഷം വരെ ലഹരി വസ്തു ഉപയോഗിച്ച 12 വയസ്സുകാരനെയും 10 വയസ്സുകാരനെയും കണ്ടിട്ടുണ്ടോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. താമരശ്ശേരി കട്ടിപ്പാറ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 9ാം ക്ലാസ്സിലെ 4 കുട്ടികൾ ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ പേടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയോട് നിങ്ങൾ നിരന്തരം ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. എനിക്ക് എൻ്റെ മകനെ നോക്കാനും നിരീക്ഷിക്കാം. പക്ഷെ ഞാൻ എൻ്റെ മോനോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഓൻ എന്നോട് പറഞ്ഞതെന്നറിയാം, അച്ഛാ എനിക്ക് മുടി ഇങ്ങനെ ആക്കണം. ഞാൻ ഇങ്ങോട്ട് വാങ്ങി എൻ്റെ ഓനെയും കുട്ടി നമ്മൾ മുടി പൊരിക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഓരോട് ചോദിച്ച് ഇങ്ങനെ ആക്കുവാൻ എന്താവും എന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് 1000 ഉറുപ്പ്യ ഇങ്ങനെ ആക്കുവാനും അതിൻ്റെ ജെല്ലിന് 1500 ഉറുപ്പ്യയും. ഒരു ജെല്ലാക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഇതിങ്ങനെ ആവുക. 2500 ഉറുപ്പ്യ 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ തിന്നുവാൻ തന്നെ പൈസയില്ല. അപ്പോൾ മോൻ എന്നോട് ചോദിച്ചാൽ എൻ്റെ മുടിക്കനൊക്കെ ഒരു അവകാശമില്ലേ അച്ഛാ? ഇതിൻ്റെ അവകാശത്തെക്കുറിച്ച് നല്ല ബോധ.
ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരിഞ്ഞി, എൻ്റെ അച്ഛനും എനിക്കും തിന്നാൻ പൈസ എൻ്റെ അടുത്ത് പൈസയില്ല, ഞാൻ മുടിക്കുന്ന ഒരു മുടി അങ്ങ് മുറിക്കും. ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇനി മുടി ഇങ്ങനെ ആക്കോ ചെയ്യണം. ഓൻ ചോദിച്ചാൽ എന്താ ഇപ്പം പണിക്ക് പോയാൽ? ഞാൻ ഒരു 18 വയസ്സ് വരെ എൻ്റെ പേര് കുട്ടി എന്നാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കണം, ശാസിക്കണം, ഉപദേശിക്കണം. ആ ഉപദേശവും എല്ലാം ചെയ്യേണ്ടത് രക്ഷാകർത്താവും അധ്യാപകരുമാണെന്ന് നിയമം പറയുന്നുണ്ട് എങ്കിൽ 18 വയസ്സ് വരെ ഇന്നെ ഞാൻ നിയന്ത്രിക്കും. അപ്പോൾ ചോദിച്ചു 18 വയസ്സ് കഴിഞ്ഞാലോ? ഞാൻ പറയും ഇന്നെ അങ്ങ് വിട്ടേ കുഞ്ഞാൻ, ഇനി പണിക്ക് പോയിട്ട് മുടി ഇങ്ങനെ അങ്ങേ സൈഡിൽ ആ സ്ഥലം കണ്ടിഞ്ഞി അത് എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടിയാ ആടെ ഇനി പണിക്ക് പോയിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ട് വേണം ഇനി ഒരു കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കുമ്പോൾ ഈ അച്ഛൻ ആ പെണ്ണിൻ്റെ എൻ്റെ കയ്യിൽ വെച്ച് തരും. ആ ഫോട്ടോ എനിക്ക് ഇവിടെ തൂക്കണം. 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വേണം ഇനി ബൈക്ക് വാങ്ങാൻ. അപ്പോൾ ചോദിച്ചു അച്ഛൻ്റെ ബൈക്കോ? ഞാൻ അച്ഛൻ്റെ ബൈക്ക് അച്ഛനാണ്, എനിക്ക് വേണമെങ്കിൽ ഇനി ബൈക്ക് വാങ്ങാം, അതിന് ഇനി പണിക്ക് പോകണം. ഇടക്കെല്ലാം ഞാൻ ചോദിച്ചാൽ എനിക്ക് തരും. അങ്ങനെ ഈ ചെക്കന് ജീവിതത്തിലില്ലേ ഇപ്പം എന്താ സ്ഥിതി തരും? ദിവസം എണീറ്റ് എന്നോട് കച്ച പാണ്ടായാ, ഞാൻ എന്തിനി പണിക്ക് പോണച്ചാ, ആടെ റൂം എടുത്തിട്ട് ഞാൻ ഓളെ കൊണ്ടേരും വച്ചാ. ഇങ്ങനെ ഇവന് 18 വയസ്സാവാൻ ഇങ്ങനെ മുട്ടുക. ചൊട്ടയിലെ ശീലം, ഈ ഒരു ബോധം ചൊട്ടയിലെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പണിക്ക് പോയാലേ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ബോധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ നിങ്ങളെ വിട്ടു പോവോ? ഏതെങ്കിലും കോന്തപ്പീനിയും കൂട്ടി വരുമോ ഐറ്റുകൾ? ഇല്ല. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം. ഒരു പെൺകുട്ടീൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു ഭർത്താവിനെ ഓർമ്മ വരുന്ന ഒരു ഭാര്യയ്ക്ക് മറ്റവൻ്റെ കൂടി ഒളിച്ചോടാൻ പോകില്ല. നമുക്കെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ ഭാര്യനെ ഇങ്ങനെ ഓർമ്മയോ പാവം ഉണ്ടാവും. അങ്ങനെ പോവാന്ന് എനിക്ക് പോകാൻ മുട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇല്ല, ഇടക്ക് പോകാൻ നോക്കുമ്പോൾ ഓളെ മുഖം ഇങ്ങനെ ഓർമ്മ വരും, പാവം ഉണ്ടാവും. എന്ത് പറഞ്ഞാലും നമുക്ക് ചായാലം തരുന്നല്ലേ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓടാത്തത്. നിങ്ങളെന്താ ഓടാത്തത്? അതുകൊണ്ട് സൂക്ഷിച്ചോ, എല്ലാവരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ ഭാര്യ നല്ല നല്ല ഓർമ്മകൾ കൊടുക്കാൻ കഴിയണം മക്കൾക്ക്. മക്കൾ പഠിക്കുകയും എന്ന് പറഞ്ഞിട്ട് ഐറ്റുകൾ ഉപദ്രവിച്ചിട്ട് ഐറ്റുകൾ നിങ്ങളോട് നിൽക്കൂല. ആ നശിച്ച മനസ്സിലേക്ക് വേണ്ടാത്ത ലഹരി കടന്നു വരും. അതാണ് വിഷയം. പഠിക്കാൻ ആ കുട്ടികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള നിർബന്ധിക്കേണ്ട. പഠിക്കുമ്പോൾ കൂടെ ചേർന്ന് നിന്ന് മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ സംഗതിയെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ കുട്ടീനെ ചേർത്ത് നിർത്തിയാൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. പക്ഷേ ഈ വാഗയാടിൻ്റെ മണ്ണിൽ കള്ളിനും കഞ്ചാവിനും അപ്പുറത്തേക്ക് ഒരു സാധനം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആ സാധനത്തെ കൂടി പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ക്ലാസ് വൈൻഡപ്പ്. കള്ള് കുടിച്ചാൽ ഉറപ്പിച്ചോ, കള്ള് കുടിച്ചാൽ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും. അതിലൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ, കള്ള് കുടിക്കുന്നുണ്ട് എങ്കിൽ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, പാൻഡ്രാഗ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ വീട് നശിച്ചു പോകും. ഇന്നും നാളെ ഒന്നും നശിക്കൂല. ഒരു 14 കൊല്ലം തരണം നിങ്ങൾ നമുക്ക്. അങ്ങനെ 14 കൊല്ലം കഴിഞ്ഞിട്ട് ക്യാൻസർ വരുന്ന ഒരു ബാപ്പകളെ വീട്ടിലുണ്ട് എന്ന് ആലോചിച്ചാൽ നിങ്ങൾ എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിൽ കരള് കത്തിപ്പോയാൽ പിന്നെ എങ്ങനെയാണ് നമ്മളെ കുടുംബം മുന്നോട്ട് പോവുക? ആ ഒരു പേടി മക്കളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, ആ പേടി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റാത്തതാണ് കുട്ടികൾ ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നത്. എൻ്റെ മകന് സിഗരറ്റ് ഭയങ്കര ഭീകരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വലിക്കാതെ ഈ സാധനത്തെക്കുറിച്ച് എപ്പോഴും പേടിപ്പിക്കുന്ന ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ മകളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒരിക്കലും കള്ള് കുടിക്കാതെ കള്ളിനെ കുറിച്ച് കുടിക്കുന്നവനെ ഭീകരനായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളെ മക്കളും ആവില്ല. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ MDMA എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിച്ച് വെച്ചു. ബാലുശ്ശേരി റഫീഖ് സാർ പറയാൻ മറന്നുപോയതാ. ബാലുശ്ശേരി കഴിഞ്ഞ ദിവസം 7 ഗ്രാം MDMA പിടിച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾ? 7 ഗ്രാം വളരെ ചുരുക്ക. നിങ്ങൾ MDMA കണ്ടിട്ടുണ്ടോ? 12 വയസ്സുകാരൻ കൊയിലാണ്ടിയുള്ള കുട്ടി ഒരു 12 വയസ്സുകാരൻ MDMA ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ LSD എന്ന് പറയുന്ന ഒരു മഞ്ഞ സ്റ്റാമ്പ് പോലത്തെ സാധനം നാവിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുളിയിഞ്ചി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം കൂട്ടിച്ചേർത്തിട്ട് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബബിൾഗം കുട്ടികൾ ഇങ്ങനെ വേണ്ടാന്ന് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബബിൾഗം തിന്നുകൊണ്ടോ ഒരു സാധനം തിന്നുകൊണ്ടോ അല്ല പറയുന്നത്. വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. അപ്പോൾ ഈ MDMA എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോ, 2 പഞ്ചസാര തരി പോലെ ഉണ്ടാവുള്ളൂ. 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വായിൽ തുറന്നു വെച്ചാൽ ഇതങ്ങ് അലിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കുന്നത് നമ്മൾ ലേസിൻ്റെ പാക്കറ്റ് പോലെ അടച്ചുറപ്പുള്ള പാക്കറ്റിലേ ഇത് നിൽക്കുള്ളൂ. കാരണം ഇതിൽ എയർ കടന്നാൽ ഇതെന്തായിപ്പോവും? ഇതിൻ്റെ ഗുണം പോയിപ്പോവും. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, കള്ള് കുടിച്ചാൽ മണക്കും, കഞ്ചാവ് വലിച്ചാൽ മണക്കും, സിഗരറ്റ് വലിച്ചാൽ മണക്കും, എന്തും ബബിൾഗം തിന്നാൽ മണമൊക്കെ ഫീൽ ചെയ്യും, അല്ലേ? ഫീൽ ചെയ്യൂലേ? പക്ഷെ ഈ സാധനത്തിന് മണവും ഇല്ല, രുചിയും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണം എന്താ അറിയോ? ഇതിന് ഗ്രാമിന് 2000 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്.
ഇതാണ് ഇവിടുത്തെ 6ാം ക്ലാസ്സുകാരൻ തിന്നുന്നത്. അപ്പം നിങ്ങൾ ഈ കോനെടുന്ന പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് വാങ്ങുവാൻ ആദ്യം പൈസ കൊടുക്കണ്ട, ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. ഈ ലഹരി മാഫിയ സെലക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. കാരണം കേരളത്തിലെ കുട്ടികളങ്ങ് നശിച്ചു പോയാൽ പിന്നെ ഈ ലോകം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അതുകൊണ്ട് സൂക്ഷിച്ചോ. ഈ സാധനത്തിന് വളരെ ഈ കുട്ടികൾ എവിടെയാണ് സൂക്ഷിക്കുമെന്നറിയോ? ഈ പാൻറ്റിൻ്റെ ബെൽറ്റിൻ്റെ ബേക്കിൽ ഒരു പോക്കറ്റ്, ഒരു സ്ട്രിപ്പില്ലേ, ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഒരു സൂക്ഷിക്കുക. ഇത് കയ്യിലുള്ള കുട്ടികളുടെ കയ്യിൽ ഒരു ATM കാർഡ് പോലത്തൊരു കാർഡ് ഉണ്ടാവും. അത് അയിമെന്നാണ് ഇത് പൊടിക്കണം. അങ്ങനെ പൊടിച്ചിട്ട് ചുണ്ടിൻ്റെ ഉള്ളിലോ മൂക്കിൻ്റെ ഉള്ളിലോ കണ്ണിൻ്റെ ഉള്ളിലോ ജ്യൂസിലോ ഭക്ഷണത്തിലോ ആക്കിയിട്ട് ഈ പൊടി വയറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നാൽ നമ്മളെ കുട്ടി 48 മണിക്കൂർ പറക്കും. 48 മണിക്കൂർ പറക്കും. പക്ഷെ ഈ പറക്കൽ 6.5 കൊല്ലം കൊണ്ട് അവസാനിക്കും. 6.5 കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞാൽ ചത്തുവയ്ക്കുണ്ടെങ്കിൽ നമുക്ക് കുഴിച്ചിട്ടാട്ടില്ല, ചാവൂല്ല ഈച്ചേല്. ഈ മണ്ണിൽ, ഈ വാഗയാടിൻ്റെ മണ്ണിൽ മുഴുത്ത ഭ്രാന്തന്മാരായിട്ട് ഈറ്റകൾ നടക്കുന്നത് നിങ്ങളും ഞാനും കാണേണ്ടി വരും. അമേരിക്കയിലെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അമേരിക്കയിൽ ഒരു സ്ഥലമുണ്ട് ഫിലാഡൽഫിയ. നമ്മൾ സിനിമയിലെല്ലാം കേൾക്കുന്ന ഫിലാഡൽഫിയ ഇല്ലേ, ആ ഫിലാഡൽഫിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നശിച്ച് പണ്ടാരടങ്ങിയ മനുഷ്യന്മാർക്ക് ഇടുന്ന ഒരു പേരുണ്ട്, സോംബിയൻസ് എന്നാ പോലെ പേര്, സോംബിയൻസ്. നെറ്റുള്ളവർക്ക് അടിച്ചു നോക്കാം. നടക്കാൻ കഴിയാതെ കൈകാലുകൾ അവശയായി ജീർണിച്ച് ചിതലരിച്ച പോലെ നശിച്ച് മുറിവേറ്റ ഇങ്ങനെ പടക്കുന്ന കുറേ മനുഷ്യന്മാരുടെ പേര്, ജീവച്ഛവങ്ങളായ മനുഷ്യൻ്റെ പേരാണ് സോംബിയൻസ്. ആ സോംബിയൻസിനെ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അമേരിക്കയിലെ ഫിലാഡൽഫിയ. എറണാകുളത്തെ പോലീസ് എറണാകുളത്തെ ഒരു കാറിൽ ഇങ്ങനെ നശിച്ച് പണ്ടാരടങ്ങിയ ഒരു 25 വയസ്സുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. മറന്നു പോണ്ട, ഇങ്ങോട്ട് എത്തി സാധനം. ഈ വാഗയാടിൻ്റെ മണ്ണിലും വിറച്ച് വേങ്ങലിച്ച് വിറച്ച് നശിച്ച് പണ്ടാരടങ്ങി ജീവച്ഛവമായി ജീവിക്കുന്ന നമ്മളെ മക്കളെ നമ്മൾ കാണാൻ അധികകാലമൊന്നും വേണ്ട. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് വരെ ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു കുട്ടീൻ്റെ അമ്മക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും ഇത് തിരിഞ്ഞില്ല. ഇത് തിരിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധം വേണ്ടേ? 2 കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ 48 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 48 മണിക്കൂർ മുയിച്ചു നിൽക്കുമ്പോൾ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും താല്പര്യം ഉണ്ടാവില്ല. 48 മണിക്കൂർ ഇതിൻ്റെ ഹാങ് ഓവർ അങ്ങ് കഴിഞ്ഞാൽ ഒടുക്കത്തെ തീറ്റയായിരിക്കും. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത, ഈ 48 മണിക്കൂർ കഴിയുന്ന സമയം ഈ സാധനം വീണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ ഇതിന് 48ാമത്തെ മണിക്കൂറിൽ ഭ്രാന്താകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതേസമയം 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം വീണ്ടും കിട്ടിയാൽ നിങ്ങൾക്ക് ഭ്രാന്തായത് മനസ്സിലാവില്ല. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ ഇത് കിട്ടാണ്ടിരിക്കണം. അതിന് ഈ സാധനം ഇത് തന്നെയാണ് ഈ മാഫിയ ചെയ്യുന്നത്. നിങ്ങളെ മക്കൾക്ക് വെറുതെ ജ്യൂസിലിട്ട് കൊടുക്കുക, മുട്ടായി കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ കുട്ടി പറക്കും, സന്തോഷം തോന്നും. ബാപ്പേനെ ഇഷ്ടമുള്ള കുട്ടി ബാപ്പേനെ സ്നേഹിച്ച് കൊല്ലും. പ്രണയിക്കുന്ന കുട്ടിയോളെ പ്രണയിച്ച് കൊല്ലും. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവൻ ഫുട്ബോളിനെ പ്രണയിച്ച് കൊല്ലും. ഇനി നെയ്മറിയാണ് ഇഷ്ടമെങ്കിൽ നെയ്മർ എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരിക്കും. പക്ഷേ മെസ്സിനെ കുറിച്ചിട്ടായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു അവനെ കുടൽ പുറത്തെടുക്കും. പ്രണയിക്കുന്ന പെണ്ണിനെ ഞാൻ പ്രണയിച്ച് കൊല്ലും, പക്ഷെ എന്നെ പറ്റിക്കുന്നു തോന്നിയാൽ അവളെ കുടൽ ഞാൻ എടുക്കും. കുടലെടുക്കൽ അതിനുള്ളൂ. തൃശ്ശൂരുള്ള ഉപ്പാപ്പനെയും ഉമ്മാമ്മനെയും കണ്ടില്ലേ? അവിടെ സമ്പാദ്യങ്ങൾ മുഴുവൻ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ ആ മകന് പഠിക്കാൻ കൊടുത്തിട്ട് ആ ചെക്കന് ഒരു 5-8 മാസം പഠിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പഠിക്കുന്ന സന്തോഷത്തിൽ ഉമ്മാമ്മയും ഉപ്പാപ്പയും ഇവന് കഞ്ഞി വെച്ചു കൊടുക്കാൻ വന്നിരുന്നു വീട്ടിൽ. അങ്ങനെ കഞ്ഞി വെക്കാൻ, സന്തോഷത്തോടു കൂടി കഞ്ഞി വെക്കാൻ വേണ്ടി വന്ന ഈ ഉമ്മാമ്മയുടെ ഉപ്പാപ്പയുടെ ചെക്കൻ വീണ്ടും പൈസക്ക് ചോദിച്ചു. ഉമ്മാമ്മയുടെ ഉപ്പാപ്പയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതുവരെ കൊടുത്തു വളർത്തിയ എല്ലാ നന്മകളും മറന്നുകൊണ്ട് ആ അടുക്കളയിൽ ആ ഉമ്മാമ്മേനെയും ഉപ്പാപ്പേനെയും കീറി മുറിച്ച് കുടൽമാല കഴുത്തിലിട്ട് തൃശ്ശൂരിലൂടെ നടന്നില്ലേ ചെക്കൻ? ഓർക്കാട്ടേരി ടൗണിൽ, എൻ്റെ നാട്ടിൽ A+ കിട്ടി 1200 മാർക്ക് വാങ്ങിയ ചെക്കൻ ഉടുതുണിയില്ലാതെ ഓർക്കാട്ടേരി ടൗണിലൂടെ സകല മനുഷ്യന്മാരെയും കത്തിക്കൊണ്ട് കുത്തിയിട്ട് പോയില്ലേ? കഴിഞ്ഞ ദിവസം നാദാപുരത്തിനടുത്ത് ലഹരി മാഫിയയിലെ 2 വിൽപ്പനയായിട്ട് തർക്കമുള്ള ഒരു ചങ്ങായി ടൗണിൽ ബൈക്കുമേൽ നിൽക്കുമ്പം 3 ബൈക്കുമേൽ വന്നിട്ട് ആ ടൗണിലൂടെ ഓടിച്ചോടിച്ച് വെട്ടിയിട്ട് ആ ചെക്കനെ പരിക്കേൽപ്പിച്ചത് നിങ്ങൾ കണ്ടോ? പ്രണയത്തിൻ്റെ പേരിൽ നാദാപുരത്ത് പണ്ടങ്ങാനൊരു പെണ്ണിനെ കണ്ടോളൂ വേണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ആ പെണ്ണിനെ വീണ്ടും ടൗണിൽ വെച്ച് കണ്ടപ്പോൾ ഇവൻ അരയിൽ വെച്ച കത്തിയെടുത്ത പെൺകുട്ടിയെ കുത്തിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ അവളുടെ സ്വന്തം അച്ഛൻ ഒരു കൊല്ലൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കഴുത്ത് പിളർന്നത് നിങ്ങൾ കണ്ടില്ലേ? സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനെ എരഞ്ഞിപ്പാലത്ത് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്
മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് അറുത്ത് മാറ്റി പെട്ടിയിലാക്കി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ട 18 വയസ്സുകാരി പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രണയത്തിൻ്റെ പേരിൽ 265ഓളം പെൺകുട്ടികൾ ഇവിടെ തല അറുത്തു മാറ്റിപ്പെട്ട് മരിച്ചുപോയ ചരിത്ര കഥകൾ നിങ്ങൾ മറന്നുപോയ. ഗാനമേളയുടെ പേരിൽ കത്തിക്കുത്ത് എറണാകുളത്ത് 18ഓളം ആളുകൾ കത്തിക്കുത്തേറ്റിട്ട് ആശുപത്രിയിലുള്ളത് നിങ്ങൾ കേട്ടില്ലേ? ഗാനമേളക്ക് കത്തിക്കുത്തുണ്ടാവുമോ? അപ്പം എന്തുകൊണ്ടാ ഈ ലഹരി ഉപയോഗിക്കുന്നത്? ഞങ്ങൾ കേശുദാസിൻ്റെ പാട്ടാ ഇഷ്ടമെങ്കിൽ ജയചന്ദ്രൻ്റെ പാട്ട് പാടിയാൽ അവൻ കൊല്ലലേയിലുള്ളൂ. ഞാൻ പ്രണയിക്കുന്ന ആരെങ്കിലും എന്നെ പ്രണയിക്കുന്നില്ലെന്ന് മാറ്റം പറ്റിക്കണം, ഞാൻ കൊല്ലു. 9ാം ക്ലാസ്സിലെ ചെക്കൻ സ്വന്തം ഉമ്മയെ ബലാത്സംഗം ചെയ്തില്ലേ കോഴിക്കോട്? സെക്സാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ എനിക്ക് ഉമ്മാന്നും അമ്മാന്നും ഭാര്യയൊന്നും ഒന്നുമില്ല, എനിക്ക് സെക്സ് ചെയ്യണം. അതിനുശേഷം എനിക്ക് പേടിയാണ്. എൻ്റെ വായിൽ എനിക്ക് കുറേ പോയത്തന്മാരുടെ അതിന് മെഴുക്കളുണ്ട്. അയച്ചാൽ എഴുന്നെങ്കിലും വരുമ്പോൾ രാത്രി 10 മണിക്കെല്ലാം വായിൽ എൻ്റെ ഓളാ തുറന്നു നോക്കുക. ഞാൻ തുറന്നോട് മേലെ നിന്ന് ഒരു വടിയാട്ടെടുത്ത് കുത്തിയിട്ട് ഓടിക്കോളണിഞ്ഞി. കാരണം അന്തം മുട്ടവൻ MDMA ആയിട്ടാണെങ്കിൽ ഇവിടെ നശിച്ചു പോയിഞ്ഞി. ഞാൻ ഒരു ഒന്നുമില്ല. നമ്മൾ നാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഇത് വരുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മളെ കുട്ടീനെ നമ്മൾ രക്ഷിക്കണം. ഇത് രക്ഷിക്കാൻ എന്നുള്ള ബോധം ആണ് ഞാൻ നിങ്ങൾക്ക്. അല്ലാണ്ട് ലഹരി വിരുദ്ധ സദസ്സൊന്നും നല്ലത്. നമ്മളെ 12 വയസ്സുകാരൻ 10 വയസ്സുകാരൻ ഈ ലോകത്തേക്ക് പോകരുത്. മാഫിയ അവൻ്റെ പുറകലുണ്ട്. ഇനി നിങ്ങളെ മക്കൾ നിങ്ങളോട് ചിരിക്കുന്നൊന്നും നോക്കണ്ട. നിങ്ങൾ മക്കളെ സ്വഭാവം അറിയണമെങ്കിൽ അവരെ ഫ്രണ്ടിനെ നോക്കണം. നിങ്ങളെ മക്കൾ 6 ബബിൾഗം തിന്നുന്ന കുട്ടീൻ്റെ കൂടി നടന്നിട്ട് 7ാമത്തെ ദിവസം നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നും, ഒരു തർക്കമില്ല. 6 കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടീൻ്റെ കൂടിയാണ് നിങ്ങളെ മക്കൾ നടന്നതെങ്കിൽ 7ാമത്തെ ദിവസം ചെക്കൻ ഫുട്ബോളും തട്ടി ഇങ്ങനെ നടക്കും. വായിക്കുന്ന കുട്ടികളുടെ കൂടിയാണ് നടന്നതെങ്കിൽ നിങ്ങളെ മക്കൾ ഒരു പുസ്തകം എടുത്തിട്ട് വരും. കഞ്ചാവാണെങ്കിലോ പറഞ്ഞോളി. അപ്പം നിങ്ങൾ സ്വഭാവം നോക്കേണ്ടത് നിങ്ങളോടുള്ള രീതി നോക്കിയിട്ടല്ല, അവരാരുടെ കൂടെ ഇടപഴകുന്നു എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ കുട്ടീൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടത്. A+ ഒന്നും വിഷയമല്ല നമുക്ക്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ മക്കൾ 10 മണിക്ക് ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളെ മക്കൾ 10 മണിക്ക് ഉറങ്ങുന്നുണ്ടോ? തലശ്ശേരിയിൽ MDMA ഉപയോഗിച്ച, കൊയിലാണ്ടിയിൽ MDMA ഉപയോഗിച്ച 9ാം ക്ലാസ്സുകാരനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഈ ചെക്കൻ 9 മണിക്കും 10 മണിക്ക് ഉറങ്ങലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ പറഞ്ഞു എനിക്ക് കുറേ പഠിക്കുവാനുണ്ട് അമ്മ, ഞാൻ പഠിച്ച് അങ്ങ് ഉറങ്ങും. അമ്മ പോയിട്ട് ഉറങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ അമ്മ കട്ടൻ ചായ വെച്ചു കൊടുത്തു പൊട്ടന്. ചെക്കൻ ഉറങ്ങുമോ? ചെക്കൻ ഉറങ്ങാൻ പറ്റൂല. പഠിക്കാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അമ്മയും വിചാരിക്കും പഠിച്ചോട്ടെ. പക്ഷെ ചങ്കൂറ്റമുള്ള നട്ടലുള്ള ആളുകൾ ഇന്നു മുതൽ പറയണം പൊട്ട ഇനി ഇപ്പോൾ ഉറങ്ങ്, പഠിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ 4 മണിക്ക് എണീറ്റ് പഠിക്കുക എന്ന് പറയണം. ഈ ചെക്കൻ 10 മണിക്ക് ഉറങ്ങാനും പറ്റൂല, 4 മണിക്ക് എണീക്കുവാനും പറ്റൂല. എങ്ങനെയാണെങ്കിൽ MDMA ആണെങ്കിൽ. പക്ഷെ ഈ ശീലം ശീലിപ്പിച്ച കുട്ടി ആ ലോകത്തേക്ക് പോവില്ല. എണീറ്റുകൾ ഉറങ്ങുന്ന ശ്രദ്ധിച്ചാൽ മതി, നല്ല രസമാണ്. ഇത് ഉപയോഗിച്ച ചങ്ങായാലും കൃമി ഉറങ്ങുന്ന പോലെ ഉറങ്ങും. എങ്ങനെ പൊളച്ചിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ചെക്കൻ എങ്ങനെ ഉറങ്ങുന്നതെന്ന് നോക്കിക്കോളി. വയറ്റുന്നതിനായിട്ടായിട്ട് പോലെ ഉറങ്ങുന്നെങ്കിലോ എടാ ഭ്രാന്ത 6 കൊല്ലം കഴിഞ്ഞ് ചവിട്ടി കൊരട്ടണ്ട, വരാൻ നിങ്ങൾക്കാണ്. അതുകൊണ്ട് മക്കൾ ഉറങ്ങുന്ന ദിവസവും നോക്കിക്കോളണം നിങ്ങൾ. അവിടെ ചേർത്ത് പിടിച്ച് നിർത്തുക. എത്ര വയസ്സ് വരെ? 18 വയസ്സ് വരെ. കുട്ടികളെ 4 മണിക്ക് കളിക്കുവാൻ വിടുക. കളിയാണ് കുട്ടിയുടെ ലഹരിയായിട്ട് വളരേണ്ടത്, കഞ്ചാവല്ല ലഹരിയായിട്ട് വരേണ്ടത്. കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെന്ന് ആ കുട്ടി പച്ചമല്ലാതെ പറഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട സമയത്ത് കുട്ടിയോട് ഇരിപ്പിച്ചിട്ട് അടുത്തിരുന്നിട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ കുട്ടിയുടെ ശരീരം തളർത്താൻ, ശരീരത്തിലെ കൊഴുപ്പ് തളർത്താൻ നിങ്ങളും കസേലമേൽ അമാനത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇരിക്കുന്നത് സകല സമയത്തും നിങ്ങൾ സ്കൂളിൽ നിന്നും കളിക്കളത്തിൽ നിന്നും വീട്ടിൽ നിന്നും കളിച്ച് വളർന്നുകൊണ്ടാണ്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന് കേട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ കളിച്ച് തളർന്നിട്ട് പാലാപ്പള്ളിയല്ല ഏത് പള്ളി പറഞ്ഞാലും നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. ഇന്നിപ്പം ഇവിടെ പാലാപ്പള്ളി ഇട്ടാൽ ഇവിടെയുള്ള എല്ലാം തുള്ളൂ. കാരണം നിങ്ങൾക്ക് കൊഴുപ്പിങ്ങനെ കൂടീനി. കാരണം അത് എവിടെയും നശിപ്പിച്ച് കളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നാദാപുരത്ത് എന്തുകൊണ്ട് വർഗീയ കലാപമുണ്ടായി, രാഷ്ട്രീയ കലാപമുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ നാദാപുരത്തിൻ്റെ മണ്ണിൽ വോളിബോൾ കോർട്ടുകൾ അപ്രത്യക്ഷമായപ്പോഴാണ് അവിടെ രാഷ്ട്രീയ സംഘടന ഉടലെടുത്തത്. അറിയോ നിങ്ങൾ? അതുകൊണ്ട് നമുക്കിവിടെ കളിക്കളങ്ങൾ സൃഷ്ടിക്കണം. എനിക്ക് ഈ മഹലിനോട് പറയാനുള്ളത്, ഈ മഹലിന് കീഴിലുള്ള സകല കുട്ടികളും കളിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാണ്ട് പഠിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണ്ട. എൻ്റെ കുട്ടി എൻ്റെ ബാപ്പയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ. അങ്ങനെ എൻ്റെ കുട്ടി എന്നെ അനുസരിക്കുന്നുണ്ട് എന്ന്, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന കുട്ടിയാണ് ആ അഭിമാനമുള്ള കുട്ടി എന്ന് പറയുക. A+ ഒരു കുട്ടിയല്ല. ഇനി ആ കുട്ടിക്ക് A+ കിട്ടിയാൽ നല്ലത്, അത്രമാത്രം. ഇപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇപ്പം MDMA ഭീകരമാണോ അല്ലയോ? അതുകൊണ്ടാണ് കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മാത്രം വിചാരിച്ചാലൊന്നും ഈ മണ്ണിൽ നിന്ന് ഇത് അടർത്തി മാറ്റാൻ പറ്റൂല. എൻ്റെ മുമ്പിലിരിക്കുന്ന സകല മനുഷ്യജന്മങ്ങളും സകല ജന്മങ്ങളും ഞങ്ങളോടൊപ്പം ഈ വിശുദ്ധ യുദ്ധത്തിൽ
പങ്കെടുക്കണം. ഈ നാട്ടിൽ MDMA ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഓൻ 1 കൊല്ലം കൊണ്ട് 7 പേരെ ഈ ലോകത്തേക്ക് കൊണ്ടുവരും. അത് നിങ്ങളെ മക്കളായിരിക്കാം, എൻ്റെ മക്കളായിരിക്കാം, എൻ്റെ മരുമക്കളായിരിക്കാം. പറഞ്ഞ് മനസ്സിലായല്ലോ? ഈ ഒരു ബോധങ്ങൾ മനസ്സിലുണ്ടാവട്ടെ. അതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും മാറി നിൽക്കാനൊന്നും കഴിയില്ല. സകല മനുഷ്യരും ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേരണം. യോദ്ധാവ് എന്നാണ് ഞങ്ങളുടെ ഒരു പോരാട്ടത്തിൻ്റെ പേര്. ഈ ലഹരിക്കെതിരെയുള്ള വിശുദ്ധ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചൊന്നായി യോദ്ധാക്കളായി മാറിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വാഗയാടിൻ്റെ മണ്ണിൽ ഒരു കഞ്ചാവ് വെക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ, ഒരു MDMA വെക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ ഓൻ 1 കൊല്ലം കൊണ്ട് 7 പേരെ ഭ്രാന്തനായി മാറ്റിയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ മക്കളും എൻ്റെ മക്കളും ഒക്കെ ഈ ലോകത്ത് നിന്ന് തലയുയർത്തി പിടിച്ച നമ്മളെ മക്കളായി വളർത്താൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വോളിബോൾ കോച്ചിങ്ങും ഫുട്ബോൾ കോച്ചിങ്ങും ക്രിക്കറ്റ് കോച്ചിങ്ങും ഷട്ടിൽ കോച്ചിങ്ങും നീന്തം പഠിക്കലും എല്ലാം ഈ നാട്ടിലുണ്ടാവട്ടെ. സൈക്കിൾ എല്ലാ മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കുക. എല്ലാവരും സൈക്കിൾ ഓടിക്കട്ടെ. 18 വയസ്സ് വരെ ഒരു കുട്ടിയും സ്വന്തമായി ബൈക്ക് ഓടിക്കുന്നത് കാണാൻ കഴിയാത്ത മണ്ണായി വാഗയാടിൻ്റെ മണ്ണ് കഴിയട്ടെ. കാരണം 18 വയസ്സിന് താഴെ മക്കൾക്ക് ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനുള്ള അധികാരമില്ല. അവർ അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധരാണ്, കള്ളന്മാരാണ്. കുട്ടികളായതുകൊണ്ട് വരെ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. ബാപ്പേൻ്റെയും ഉമ്മേൻ്റെയും പേര് കേസെടുക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ എൻ്റെ മക്കൾ ബൈക്ക് ഓടിക്കുന്നില്ല, എൻ്റെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നില്ല, എൻ്റെ മക്കൾ പഠിക്കുന്നില്ല എന്ന്, പക്ഷെ ഉമ്മയെ നോക്കുന്നുണ്ട്, പശുവിനെ നോക്കുന്നുണ്ട്, വൈകുന്നേരം കളിക്കാൻ പോകുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനയോടൊപ്പം ഏതെങ്കിലും സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രക്ഷാകർത്താക്കളായി